ആഗോള അയ്യപ്പ സംഘവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നു. അതിൽ ബദൽ വിശ്വാസി സംഗമം നടത്താൻ ശബരിമല കർമ്മസമിതി, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾ തീരുമാനിക്കുന്നുണ്ട്. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ 24-നൊപ്പം ഉണ്ട്. ഈ പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നതാണോ, ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണോ? ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ദേവസ്വം മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ മുറിയിലിരുന്നാണ്. ദേവസ്വം ബോർഡിനെ വിളിച്ചു വരുത്തി സർക്കാർ ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. ദേവസ്വം മന്ത്രി ഈ തീരുമാനം പ്രഖ്യാപിക്കും. പത്രലേഖകരോട് പറയുന്നു, ജനങ്ങളോട് പറയുന്നു, പത്രപ്രസ്താവനയിലൂടെ ഈ വിഷയം പുറത്തുവിടുന്നു. അപ്പോൾ ഇത് സർക്കാരാണ് ഇത് തുടങ്ങിവെച്ചത്. ഇങ്ങനെ സർക്കാരിന് ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇല്ല. കാരണം ഒന്ന്, സർക്കാർ മതേതര സർക്കാരാണ്. ശബരിമല ക്ഷേത്രം സർക്കാരിന്റേതല്ല. 1949 ഒരു കവനന്റ് അനുസരിച്ചാണ് രാജഭരണത്തിലുണ്ടായിരുന്ന ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരു സ്വതന്ത്ര പരമാധികാര ബോർഡ് ആയിട്ടുള്ള ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തത്. ഒരാക്ട് അതിന് രൂപം നൽകി, അത് നിലവിൽ വരികയും ചെയ്തു. ആ ആക്ട് അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര പരമാധികാര ധർമ്മ സ്ഥാപനമാണ്. അതിൻ്റെ അകത്ത് വേറെ ബാഹ്യശക്തികൾക്ക് ആർക്കും അതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല. അങ്ങനെയുള്ളപ്പോൾ ആ ശബരിമലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ സർക്കാരിന് സാധ്യമല്ല. ഇത് മതേതര സർക്കാരാണ്. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡിന്റെ അല്ല. ദേവസ്വം ബോർഡ് വേറെയാണ്. ദേവസ്വം ബോർഡ് പരമാധികാരമുള്ള ഒരു സർക്കാർ പോലെ തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ബോർഡാണ്. അപ്പോ അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രി ഈ സർക്കാരിന്റേതായതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പോയി, ചെന്നൈ പോയി, തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അവിടുത്തെ മന്ത്രിമാരെ ക്ഷണിച്ചു. ഈ സംബന്ധിച്ചുള്ള ഇൻവിറ്റേഷനിൽ സർക്കാരിന്റെ എംബ്ലം ഉപയോഗിച്ച് ലോക കേരള സഭ, കണ്ടില്ലേ, എംബ്ലം സർക്കാരിന്റെ എംബ്ലമാണ്. ലോക കേരള സഭ അവര് സർക്കാരിന്റെ സ്ഥാപനമാണ്, സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അവരാണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പോ ഇവിടുത്തെ വൻകിട വ്യവസായികൾക്കും പണക്കാർക്കും എല്ലാവരെയും ലിസ്റ്റ് എടുത്ത് അവരെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. ലോകത്തെമ്പാടുമുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാലും സർക്കാരിന്റെ പങ്ക് വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്. ഇനി ദേവസ്വം ബോർഡ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു അത്താണിയാണ്. കാരണം അവർ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് ഭക്തജനങ്ങൾക്കാണ്. അവർ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം ശബരിമലയുമായി, അയ്യപ്പന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാരൊക്കെയാണ്? പന്തളം കൊട്ടാരം, തന്ത്രി, മലയേറിയ സമൂഹം, അതുപോലെ ആലങ്ങാട് പേട്ട സംഘം, അമ്പലപ്പുഴ പേട്ട സംഘം, ഇങ്ങനെ ചീരപ്പഞ്ചിറ, ഇങ്ങനെ വിശ്വാസവുമായി അയ്യപ്പന്മാരുടെ വിശ്വാസവും അവിടുത്തെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ സമൂഹങ്ങളുണ്ട്. അവരുമായിട്ട് വല്ലതും ദേവസ്വം ബോർഡ് ആലോചിച്ചോ? ഇല്ലല്ലോ. അപ്പോ വിശ്വാസം സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിനെ കയറൂരി വിട്ട ശേഷം പ്രതിഷേധം ഉയർന്നുവെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അത് ഞങ്ങളാണ് നടത്തുന്നത് എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഇനി ഇതിന്റെയൊക്കെ ചെലവ് ആര് വഹിക്കും? അതൊരു വലിയ പ്രശ്നമാണ്. എന്തിനാണ് ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ പണമുള്ളവരെന്നും പണമില്ലാത്തവരെന്നും രണ്ടാക്കുന്നത്? എന്തിനാണ്? ശബരിമല സമദർശനത്തിന്റെ സന്നിധാനമാണ്, സമഭാവനയാണ് അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. ധർമ്മശാസ്താവാണ്. അവിടെ ധർമ്മത്തിനാണ് വില. കാരണം അവിടെ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കണം, അവിടെ എത്തുന്നവർക്ക് താമസിക്കാൻ സൗജന്യമായിട്ട് ധർമ്മശാലകൾ ഉണ്ടാകണം. ഇതൊക്കെ ദേവപ്രശ്നത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും ശ്രദ്ധിക്കാതെ ഈ തരത്തിൽ പണം അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വൻകിട വ്യവസായികളെയൊക്കെ കൊണ്ടുവന്ന് ഈ തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചാൽ അതിന്റെ പിന്നിലെ താല്പര്യം വാണിജ്യ താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തിനാണ് അയ്യപ്പന്മാരിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 10 ലക്ഷം രൂപ തരുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യം, 20 ലക്ഷം രൂപയിൽ കൂടുതൽ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ സൗകര്യം, 30 ലക്ഷം രൂപയിൽ കൊടുക്കുന്നവർക്ക് അവർക്ക് സിൽവർ കാർഡ്, 50 ലക്ഷവും കോടികളും കൊടുക്കുന്നവർക്ക് ഗോൾഡൻ കാർഡ്. അപ്പോൾ ഇങ്ങനെ ലക്ഷങ്ങൾ കൊടുക്കുന്നവർ ഒരു 10,000 പേര് ഒരു ദിവസം വന്നാൽ വേറെ ആർക്ക് ദർശനം നടത്താൻ പറ്റില്ലല്ലോ. പാവങ്ങൾ എങ്ങനെ? അവർ ക്യൂ നിന്ന് 10-15 മണിക്കൂർ ക്യൂ നിന്ന് കഷ്ടപ്പെടുകയാണ്. അവർക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് അവിടെ. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, വിരിവെക്കാൻ സൗകര്യമില്ല. ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും അല്ല ചിന്തിക്കുന്നത് മുഴുവൻ
എങ്ങനെയും ഉണ്ടാക്കുക, ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക, ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റായിട്ട് ഒരു മേളയായിട്ട് മാറുകയാണ് ഈ അയ്യപ്പ സംഗമം. അപ്പൊ അങ്ങനെ ഒരു സംഗമം നടത്തുന്നതിലൂടെ ഭക്തജനങ്ങൾക്ക് എന്താ പ്രയോജനം? ഭക്തജനങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണ്. അവർക്ക് ബാക്കിയുള്ള പണമൊന്നുമല്ല ആവശ്യം. അവർ നെഞ്ചിലേറ്റി വരുന്നത് വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ്. ശബരിമല വ്രതപ്രധാനമാണ്, വിശ്വാസപ്രധാനമാണ്. വ്രതം അവിടെ മാത്രമേ ഉള്ളൂ. 41 ദിവസം വ്രതം നോറ്റ് വരുന്നവരാണ്. അവർക്ക് അവരുടെ വിശ്വാസം വളരെ വലുതാണ്. അതുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കാൻ അയ്യപ്പന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പറയേണ്ട സമയം ഇതാണ്. അല്ല എപ്പോഴാണ് ഇത് ഭക്തജനങ്ങൾ ഉന്നയിക്കുക? സർക്കാരിന്റെ മുന്നിൽ, ദേവസ്വം ബോർഡിന്റെ മുന്നിൽ ഉന്നയിക്കാൻ കിട്ടുന്ന സന്ദർഭം ഇതാണ്. അതുകൊണ്ട് അവരിത് ഉന്നയിക്കുകയാണ്, അല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഭഞ്ജിക്കപ്പെട്ട, ധ്വംസിക്കപ്പെട്ട കഴിഞ്ഞകാല ദുരനുഭവങ്ങൾ ഉള്ളതിനാൽ അതിന് ഒരു ഇരയായി തീർന്ന ഭക്തജനങ്ങളുടെ ആക്ഷേപവും ആവലാതിയും അവരുടെ ബുദ്ധിമുട്ടുകളും സർക്കാർ മനസ്സിലാക്കണം, ദേവസ്വം ബോർഡ് മനസ്സിലാക്കണം. അതിന് പരിഹാരം ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് നടത്തുന്ന അയ്യപ്പ സംഗമത്തിനാണ് നിലയും വിലയും ഉള്ളത്. അയ്യപ്പ സംഗമത്തിന് BJP പിന്തുണയ്ക്കുന്നില്ല. ഒരിക്കലും ഇല്ല. പിന്തുണയ്ക്കാതെ അയ്യപ്പ സംഘം ആര് നടത്തിക്കഴിഞ്ഞാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ അയ്യപ്പ സംഘത്തിന്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്തത്. ധാർമ്മികമായ അവകാശമുണ്ടോ? നിയമപരമായിട്ട് അവർക്ക് കാണുമായിരിക്കാം. ധാർമ്മികമായി, അതായത് അയ്യപ്പന്മാർ അവർ വിശ്വാസികളാണ്. അയ്യപ്പന്മാരുടെ സംഗമം നടത്തുമ്പോൾ വിശ്വാസികളുടെ സംഘമാണ്. അവരുടെ വിശ്വാസം ഭഞ്ജിക്കപ്പെട്ടു, ധ്വംസിക്കപ്പെട്ടു. അതിൽ വേദനയുള്ളവരാണ്. അതിന് പരിഹാരം ഉണ്ടാകട്ടെ. നടത്തുന്നത് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. ശബരിമലയെ ഒരു ടൂറിസം അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നുള്ളൊരിടമായി ശബരിമലയെ മാറ്റുന്നു എന്നാണ് ആരോപണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ശബരിമല മാത്രമാണ് പാവങ്ങൾക്ക് ചെന്ന് ദർശനം നടത്താൻ പറ്റുന്ന സ്ഥലം. അവരൊക്കെ കിടന്നുറങ്ങുന്നത് ആ വലിയ നടപ്പന്തലിലൊക്കെയാണ്. അവിടെയൊന്നും സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചൊന്നും അവരാരും നടക്കാറില്ല. പക്ഷേ ഈ പമ്പ പോലെയുള്ള സ്ഥലത്ത് വെച്ച് ഇത് നടത്തുന്നു. ആ പമ്പയിൽ ഒന്ന് ആലോചിക്കണം. അവിടെ നിന്ന് 2018 ശബരിമല പ്രക്ഷോഭകാലത്ത് തന്ത്രിയുടെ സഹധർമ്മിണിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ സ്ഥലമാണ്. തന്ത്രി കുടുംബത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ സ്ഥലമാണ്. അവിടെ കണ്ണുനീർത്തുള്ളികൾ വീണ് നനഞ്ഞ മണ്ണാണ് അവിടുത്തെ. അതുതന്നെയല്ല, പമ്പയിലെ ആചാരങ്ങൾ ഇപ്പോഴും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ പമ്പ തർപ്പണം നടത്താൻ, പണ്ടൊക്കെ തർപ്പണം നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. തർപ്പണം, അതുപോലെ സ്നാനം, പമ്പ വിളക്ക്, പമ്പ സദ്യ, ഇതിനൊക്കെ സൗകര്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അതൊന്നും പറ്റില്ല. അവിടെ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തുകയാണ്. വലിയ വലിയ കോർപ്പറേറ്റ് ശക്തികളെ കൊണ്ടുവന്ന്, വലിയ വലിയ പണക്കാരെ കൊണ്ടുവന്ന് ഇരുത്തി ശബരിമലയെ പറ്റി എന്ത് ചിന്തിക്കാനാണ്? ആചാരമാണ് പ്രധാനം. പമ്പയിലെ ആചാരങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് വേണം പമ്പയിൽ അത് നടത്താൻ. ദേവസ്വം ബോർഡ് നോക്കുകുത്തിയാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു മന്ത്രി വാസവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആൾക്കാരൊന്നല്ലാതെ അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് നടക്കുകയാണ്. അവർക്ക് സ്വയം ഈ കാര്യം ചെയ്യണ്ടേ? സ്വയം മുന്നിട്ടിറങ്ങണ്ടേ? അവർ ഭക്തജനങ്ങളോടൊപ്പം നിൽക്കണ്ടേ? ഈ മർദ്ദനത്തിനിരയായ, ഈ തരത്തിൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്ന, പീഡനത്തിനിരയായി തീർന്ന അയ്യപ്പന്മാരോടൊപ്പം വേണ്ട നിൽക്കാൻ. ശബരിമലയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. ഈ ദേവസ്വം ബോർഡ് ഏത് കാലത്താണ് അയ്യപ്പന്മാർക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത്, ശബ്ദമുയർത്തിയിട്ടുള്ളത്? പിന്നെ ശബരിമല വികസനം എന്ന് പറയുന്നത്, വികസനം ഉണ്ടാക്കാനാണ് ഈ മീറ്റെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, വികസനം സംബന്ധിച്ച് വ്യക്തമായിട്ട് അവിടെ രൂപരേഖയുണ്ട്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് എക്കോസ്മാർട്ട് എന്ന് പറയുന്ന വൻകിട കമ്പനി ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന് 65 ലക്ഷം രൂപ ചെലവഴിച്ച് ശബരിമലയ്ക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടപ്പിലാക്കി, അത് സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. അതിൽ നടപ്പിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി, ജസ്റ്റിസ് സിരിജഗൻ ചെയർമാനായിട്ട് കമ്മിറ്റിയുണ്ട്. അതങ്ങ് നടപ്പിലാക്കിയാൽ പോരെ? ഇത്രയും നാളായിട്ട് അത് നടപ്പിലാക്കാത്തതെന്താ? അത് നടപ്പിലാക്കിയാൽ പോരെ? ഇനി ഫണ്ട് കണ്ടെത്താൻ അതിനും ജസ്റ്റിസ് ചെയർമാനായിട്ട് ജസ്റ്റിസ് ചെയർമാനായിട്ട് ഒരു TK നായർ വൈസ് ചെയർമാനായിട്ടൊക്കെ ഉണ്ട്, കമ്മിറ്റിയുണ്ട്. അപ്പൊ അതങ്ങ് ചെയ്താൽ പോരെ? അപ്പോ വികസന പദ്ധതി ഇല്ലാത്തല്ല, മാസ്റ്റർ പ്ലാൻ ഇല്ലാഞ്ഞിട്ടല്ല, ഇനി ഒരു പുതിയ മാസ്റ്റർ പ്ലാന്റെ ആവശ്യം അവിടെ ഇല്ല. ഇച്ഛാശക്തി മാത്രം മതി. ഈ സുപ്രീം കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് അത് തിരുത്തും എന്നൊരു സൂചന ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് തിരുത്തും. ആചാരങ്ങൾ ലംഘിക്കൽ, ആചാരങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം തിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സർക്കാരിന്റെ അല്ല. സർക്കാരിന്റെ തിരുത്താൻ ദേവസ്വം ബോർഡിന് എന്താ അധികാരം? സർക്കാർ കൊടുത്തത് സർക്കാരിന്റെ അഭിഭാഷകരുമായിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അതിനെടുക്കണം. ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ടതാണ്. സർക്കാർ കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്, അതാണ് ഏറ്റവും ശക്തമായത്. സർക്കാരല്ലേ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അക്കാലത്ത് യുവതികൾ മലകയറിയാൽ എന്താണ് വരാൻ പോകുന്നത്, എല്ലാ സംരക്ഷണവും, കയറുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കും എന്നൊക്കെ പറഞ്ഞവരല്ലേ.
അപ്പോ ഇപ്പോൾ നിലപാട് മാറ്റിയെങ്കിൽ ആ നിലപാട് സുപ്രീം കോടതി അറിയിക്കണം. അത് സർക്കാരിന്റെ നിലപാടെന്തെന്ന് അറിയാം. അതെ, സർക്കാർ ആ കാര്യത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളതെന്ന് ഇപ്പൊ പറയട്ടെ. പറയേണ്ട സമയം ഇതാണ്. പറയൂ. എന്തുകൊണ്ട് മുഖ്യം ഇപ്പൊ അടഞ്ഞ അധ്യായമാണെന്ന് പറയും. എം വി ഗോവിന്ദൻ പറയുന്ന അടഞ്ഞ അധ്യായം. അതെങ്ങനെ അടഞ്ഞ അധ്യായമാകുന്നു? ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തത് തെറ്റാണെന്നാണോ അർത്ഥം? ശരി, അവർ ചെയ്തത് തെറ്റായിരുന്നു എന്നാണ് അഭിപ്രായമെങ്കിൽ അത് പറയൂ. ആചാരങ്ങൾ അന്ന് ഈ പറയുന്നത് പോലെ സ്ത്രീകളെ ബിന്ദു അമ്മണിയെയും ഫാത്തിമയും ഒക്കെ കൊണ്ടുപോയത് ശരിയാണ് എന്നാണോ നിലപാട്? അത് ഇങ്ങനെ ഇനിയും വന്നു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കുമോ? ഒട്ടേറെ സംശയങ്ങളുണ്ട്. ഇതിന്റെ അകത്ത് ഇരുട്ടി തപ്പിയിട്ട് കാര്യമില്ല. വ്യക്തമായിരിക്കണം. കാര്യം വളരെ വ്യക്തമായിട്ട് പറയണം. 22-ന് നടക്കുന്ന വിശ്വാസി സംഗമത്തിന് BJP രാഷ്ട്രീയ പിന്തുണ നൽകും. 22-ലോ? വിശ്വാസി സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഹിന്ദു ഐക്യവേദി 22-ാം തീയതി. അതിൽ BJP രാഷ്ട്രീയ പിന്തുണ നൽകും. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കട്ടെ. അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിശ്വാസികൾ ആരായിരുന്നാലും വിശ്വാസികൾ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നാൽ ആർക്കും പിന്തുണ കൊടുക്കും. അതിന്റെ അകത്ത് രാഷ്ട്രീയം നോക്കില്ല. കാരണം ശബരിമലയുടെ ആചാരം വളരെ പ്രധാനമാണ്. വ്രതപ്രധാനമാണ് ശബരിമല. വേറെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും അതില്ല. ഇപ്പൊ ഗുരുവായൂർ ആർക്കും പോകാം. പക്ഷെ ശബരിമലയിൽ അങ്ങനെയല്ല. വ്രതപ്രധാനമാണ്. അവിടുത്തെ ഓരോ ആചാരവും നിഷ്ഠയോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ശബരിമലയുടെ പ്രത്യേകത. അത് നിലനിർത്തണമെന്ന് അയ്യപ്പന്മാർ ആഗ്രഹിക്കുന്നു. അത് സംരക്ഷിക്കാൻ ആര് രംഗത്ത് വന്നു കഴിഞ്ഞാലും, CPM രംഗത്ത് വന്നു കഴിഞ്ഞാലും, ആര് രംഗത്ത് വന്നു കഴിഞ്ഞാലും അവരോടൊപ്പം ഉണ്ട്. ഭക്തജനങ്ങളോടൊപ്പമാണ് BJP. സർക്കാരിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതിനുവേണ്ടി രംഗത്ത് വരേണ്ട കാര്യം എന്താ? നാളിതുവരെ മിണ്ടാതിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇതിനുവേണ്ടി രംഗത്ത് വരുന്ന ഇപ്പൊ എന്താ പ്രത്യേകിച്ച് സംഭവവികാസം ഉണ്ടായ? കേസുകൾ പിൻവലിക്കുന്നില്ല. കേസുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ശബരിമല എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരോട് ഇപ്പൊ യാത്രക്കൂലി തന്നെ കൂടുതലാണ് വാങ്ങിക്കുന്നു? കുറച്ചോ? ഇല്ല. റോഡുകൾ വല്ലതും നന്നാക്കി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? ഇല്ല. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശബരിപാത. ഇപ്പൊ ശബരിപാത എത്രയോ നാടുകളായി, 15-20 വർഷമായില്ലേ? ശബരിപാതയ്ക്ക് എന്താ പ്രശ്നം? കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു പണം തരാം, നിങ്ങളൊന്ന് വസ്തു എടുത്തു തന്നാൽ മതി. എന്താ അത് ചെയ്യാത്ത? അപ്പോൾ ശബരിമലയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ യാതൊരു ആത്മാർത്ഥതയും കാണിക്കാതെ ഇപ്പോൾ ഒരു അയ്യപ്പ സംഘവുമായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. വ്യക്തമാണ്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരനാണ് നമ്മളോട് പ്രതികരിച്ചത്. സർക്കാരിന്റേത് രാഷ്ട്രീയ നേട്ടമാണ്. സർക്കാരിന്റെ ഈ സമ്മിറ്റ് അതൊരു ഗ്ലോബൽ ഒരു ബിസിനസ് സമ്മിറ്റ് എന്നുള്ള നിലയ്ക്കാണ് BJP അത് കാണുന്നത്. അതുമാത്രമല്ല, ശബരിമലയെ കച്ചവടവൽക്കരിക്കാനാണ് സർക്കാർ നീക്കം. അത് അനുവദിക്കില്ല എന്നും പറയുന്നു. ഈ 22-ന് നടത്തുന്ന ബദൽ വിശ്വാസി സംഗമത്തിന് BJP രാഷ്ട്രീയ പിന്തുണ നൽകും എന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുന്നു. ജിനുവിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.